മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മഞ്ജുവിനോട് കണ്ണൻ കടുത്ത് പറയണ്, ഒരിക്കലും നിങ്ങൾ എന്നെ കാണാനോ ഞങ്ങളെ കാണാനോ ഇങ്ങോട്ടേക്ക് വരരുത്. കാരണം നിങ്ങൾ സ്വന്തം ജീവിച്ച് നോക്ക്. ഒരുത്തൻ ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് നീ വീട്ടിലോട്ടാണ് വരേണ്ടത്, അല്ലാതെ വേറൊരു ജീവിത പങ്കാളി തേടിയിട്ട് പോവുകയല്ല എന്നിങ്ങനെ പറയണ്. നീ എന്ന് സാഗർ ഒഴിവാക്കി വരുന്നോ അന്ന് എനിക്ക് കമലേശ്വരത്ത് സ്വീകരണമുണ്ട് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം മഞ്ജു കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. സാഗർ പറയണം, നീ എന്തായാലും ബോൾഡായിട്ട് നിൻ്റെ ഏട്ടനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലോ, നീ ഒരിക്കലും വിഷമിക്കരുത്, കാരണം ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കും, എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ എന്നിങ്ങനെ പറഞ്ഞതിന് ശേഷം അവർ പോവുകയാണ് കേട്ടോ. അതേസമയം വാടക വീട്ടിലേക്ക് ദുർഗാമ്മ വരികയാണ് കേട്ടോ. മഞ്ജുവിന് കണ്ടപ്പോൾ പെട്ടെന്നൊരു സന്തോഷം വരികയാണ്. അതിനുശേഷം ദുർഗാമ്മ വന്നതും ചോദിക്കും, നിനക്ക് എങ്ങനെ തോന്നി ഇവൻ്റെ കൂടെ പോവാൻ? ഇവൻ അത്രയും കൊള്ളരുതാത്തവനാണ്, മേഘനാഥനേക്കാളും വൃത്തികെട്ടവനാണ് ഇവൻ്റെ കൂടെ നിനക്ക് എങ്ങനെയാടി വരാൻ തോന്നിയത് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതേസമയം കണ്ണൻ്റെ സ്വത്തുക്കൾ കണ്ടിട്ടല്ലടാ നീ ഇവളെ വളച്ചെടുത്ത് കൊണ്ടുവന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സാഗർ പറയും, ഒരിക്കലും കണ്ണൻ സാറിൻ്റെ സ്വത്തുക്കളൊന്നും ഞാൻ മോഹിച്ചിട്ടില്ല, ഞാൻ മഞ്ജുവിനെ മാത്രമേ മോഹിച്ചിട്ടുള്ളൂ. അതുപോലെ മഞ്ജുവിനെ എനിക്ക് പോറ്റാനുള്ള ശക്തിയുണ്ട്, എനിക്ക് മാർക്കോ എന്തായാലും ഒരു ജോലി സംഘടിപ്പിച്ച് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആ ജോലി ചെയ്തിട്ട് മഞ്ജുവിനെ ഞാൻ പൊന്നുപോലെ നോക്കും എന്നിങ്ങനെ പറയും കേട്ടോ. അത് കേൾക്കുന്ന താമസം തന്നെ ദുർഗയ്ക്കാകെ ദേഷ്യം വരികയാണ് കേട്ടോ. ദുർഗ അങ്ങനെ സാഗറിൻ്റെ ചെകിടത്ത് അടുക്കുകയാണ് കേട്ടോ. സാഗർ പക്ഷെ ഒന്നും മിണ്ടില്ല. അത് കണ്ടതാകെ മഞ്ജുവിന് ദേഷ്യം വരികയാണ് കേട്ടോ. മഞ്ജു പറയും, നിങ്ങളിവിടെ വന്നത് അടിക്കാനാണ് എൻ്റെ സാഗരേട്ടനെ, ഞങ്ങൾക്ക് ആരുമില്ല, പക്ഷേ മാർക്കോ മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാം, നിങ്ങൾ ഞങ്ങളെ അടിക്കാനും ഇതാക്കാനും വേണ്ടി വരണ്ട, ഞങ്ങൾ എങ്ങനെയെങ്കിലും ഞങ്ങൾ ജീവിച്ചോളാം, സാഗരേട്ടനൊരു ജോലി ചെയ്യും, അതേപോലെ ഞാനും പഠിച്ചതല്ല, ഞാനും ഒരു ജോലിക്ക് പോകും, അല്ലാതെ നിങ്ങളാരും ഞങ്ങൾക്ക് ആരുമില്ല, അതുകൊണ്ട് സാഗരേട്ടനെ അടിക്കാൻ വേണ്ടിയിട്ടും ഓരോ വഴക്ക് പറയാനും വേണ്ടിയിട്ട് നിങ്ങളാരും ഇങ്ങോട്ടേക്ക് വരണ്ട എന്നിങ്ങനെ പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ ദുർഗ ഇങ്ങനെ പറയും, എടി സാഗർ അവിടെ വണ്ടിയും കൊണ്ട് വരുമ്പോൾ നമ്മളിവനെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നീ മറന്നോ എന്ന് ചോദിക്കും. അതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, കറക്റ്റ് തന്നെ, അതെല്ലാം പറയിപ്പിച്ചതാണ് നിങ്ങളുടെ കൂടെ കൂടിയിട്ടാണ് ഞാനിങ്ങനെ ആയത്, മേഘൻ്റെ സ്വഭാവം എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ എന്നിങ്ങനെ മഞ്ജു ചോദിക്കുകയാണ് കേട്ടോ. അതേസമയം നീ ഒരിക്കലും നേരാവില്ല, നീ ഒരിക്കലും ഗതി പിടിക്കില്ല എന്ന് പറഞ്ഞതിന് ശേഷം ദുർഗാമ്മ ആകെ കലിതുള്ളി പോവുകയാണ് കേട്ടോ. പിന്നീട് ദുർഗാമ്മ മേഘനെ കാണുകയാണ്. മേഘനെ കണ്ടതും ചോദിക്കുകയടാ, ഇത്രയും കഴിവുകെട്ടാനായി പോയല്ലോ നീ, നിൻ്റെ സാഗറിൻ്റെ കൂടെ അവളെ പറഞ്ഞയച്ചല്ലോ, ഏതായാലും ശരി എന്നെ കുഴി വെട്ടി മൂടിയിരിക്കുകയാണ്, എന്തായാലും നീയും നിൻ്റെ അച്ഛനും കൂടിയിട്ട്, ഇനി ഞാൻ അതിൽ നിന്നും ഒരിക്കലും എഴുന്നേൽക്കില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം മേഘനാഥൻ പറയുന്നുണ്ട്, കണ്ണേട്ടൻ്റെ സ്വത്തുക്കളൊക്കെ കിട്ടിയടാ, കണ്ണേട്ടൻ്റെ സ്വത്തുക്കൾ ഇനി എങ്ങനെയാടാ നിനക്ക് കിട്ടും? നീ മഞ്ജു നിൻ്റെ ഭർത്താവായിരിക്കുമെങ്കിൽ മാത്രമേ നിനക്ക് കണ്ണൻ്റെ സ്വത്ത് കിട്ടൂ, ഇനി എല്ലാ സ്വത്തുക്കളും കിട്ടുന്നത് ആ സാഗറിനേടാ, എന്നായാലും മഞ്ജുവിനുള്ള സ്വത്തുക്കൾ അവന് കൊടുക്കും, അത് നിനക്ക് ഓർമ്മ വേണ്ടേ, നിൻ്റെ കഴിവില്ലായ്മയും കൊണ്ടാടാ ഇങ്ങനെ ആയത് എന്ന് പറഞ്ഞ് മേഘനോടും ദുർഗാമ്മ ദേഷ്യപ്പെട്ടു പോവുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കരുണി ഉണ്ണി കണ്ണനോട് ഇങ്ങനെ സംസാരിക്കുകയാണ്, നിങ്ങളാണ് അവനെ കൂട്ടിവെച്ചത് എന്നിങ്ങനെ പറയുമ്പോൾ മഹാലക്ഷ്മി കരുണിയോട് ചോദിക്കുന്നുണ്ട്, ഒരു കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയിട്ട് ആ കൊച്ചുങ്ങളെ നോക്കാതെ മഞ്ജുവിന് കിട്ടുന്ന സ്വത്തിൽ നിന്നും അവൾക്കൊരു പകുതി കൊടുത്തതിന് ശേഷം അവളെയും കൂടെ പാർപ്പിക്കുക, ഇങ്ങനെയാണോ ആണുങ്ങൾ ചെയ്യേണ്ടത്, ഇതാണോ ശരി എന്നിങ്ങനെ ചോദിക്കണം. നിങ്ങൾ ആ ശരിക്കാണോ കൂടെ നിൽക്കുന്നത്? നിങ്ങളുടെ പെങ്ങളല്ലേ അവൾ, മേഘനാഥൻ്റെ സ്വഭാവം ഞാൻ അതിന് മുമ്പും പറഞ്ഞതല്ലേ എന്നിങ്ങനെ പറയണം കേട്ടോ. കരുണയോട് പറയുന്നുണ്ട്, നിനക്ക് അങ്ങനെ ഒരു അവസരം വരുമ്പോൾ തന്നെ നിങ്ങൾക്കത് അറിയുള്ളൂ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണനും അതുപോലെ കരുണയോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഉണ്ണിയോട് നീ ഒരു കൊള്ളരുതാത്തവനാണ് എന്നിങ്ങനെ പറയണം, ഞങ്ങൾ ഈ കാരണത്തിന് ഒന്നിനുമില്ല, അവളെ ഞങ്ങൾ എന്തായാലും ശരി സാഗരെ കളഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അവളെ സ്വീകരിക്കും എന്നിങ്ങനെ കണ്ണൻ പറയുന്നുണ്ട്. അതേസമയം കണ്ണൻ ഇങ്ങനെ കാലുകളിങ്ങനെ ചലിപ്പിക്കുകയാണ്. അതിങ്ങനെ നമ്മുടെ കരുണ കാണുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ കരുണ കാലിലേക്ക് ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് കേട്ടോ. കരുണ കാലിലേക്ക് ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ കരുണ എന്തൊന്നും അറിയാതെ സംസാരിക്കണമുണ്ട്, കാലുകൾ രണ്ടും ചലിപ്പിക്കണമുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ മഹാലക്ഷ്മി ഇങ്ങനെ കാണുകയാണ്, കരുണ ഇങ്ങനെ കാണുന്നത്. കണ്ണനാണെങ്കിൽ കരുണ ശ്രദ്ധിക്കുന്നത് കാണുന്നില്ല കേട്ടോ. മഹാലക്ഷ്മി പെട്ടെന്ന് തന്നെ ഇത് കണ്ടപ്പോൾ ആകെ പേടിയാകുകയാണ് മഹാലക്ഷ്മിക്ക്.